ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിജയ് അവർകളെ ക്ഷണിക്കുന്നു. നമസ്കാരം. ജനങ്ങളാൽ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ നടത്തുന്ന ഭരണമാണ് ജനാധിപത്യമെന്ന് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്രഹാം ലിങ്കൺ പറയുകയുണ്ടായി. ഇന്നത്തെ ഈ ജനാധിപത്യം ഉയർന്നു വരുന്നതിനായി ജനങ്ങൾക്കുള്ള വലിയ പ്രതീക്ഷകൾ, അവരുടെ ആ പ്രതീക്ഷകളെ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത് നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികളും നിയമങ്ങളും പാസാക്കേണ്ടതുമായ ഉത്തരവാദിത്തം ഈ സഭയ്ക്കുണ്ട്. ഭൂരിഭാഗം ജനങ്ങൾക്കും ഈ ഭരണ കാലയളവിൽ വലിയ ഗുണങ്ങൾ ലഭിക്കുന്നു എന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെ എല്ലാവരും തുല്യരാണ്. ജാതി, മത, വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരംഗം മാത്രമുള്ള പാർട്ടികൾ ഇവിടെ ഉണ്ടെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾക്കും കൂടുതൽ അംഗബലമുള്ള തമിഴക വെട്രിക്കഴകം അംഗങ്ങൾ അറിയിക്കുന്ന അഭിപ്രായങ്ങൾക്കും തുല്യമായ മൂല്യം നൽകി നല്ലവ സ്വീകരിക്കപ്പെടുകയും അല്ലാത്തവ നിരസിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഹൃദ്യമായും അതുപോലെ തന്നെ വിവേകബുദ്ധിയോടുകൂടിയും ഈ സഭ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനനുയോജ്യമായ വിധത്തിൽ പെരുമയേറിയ ചരിത്ര പ്രാധാന്യമുള്ള ഈ സഭയെ നയിച്ചുകൊണ്ടു പോകാനുള്ള ഗുണങ്ങളുള്ള ആളെ തന്നെയാണ് തമിഴക വെട്രിക്കഴകം മുൻനിർത്തിയതും. താങ്കൾ ഇന്ന് ആ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതും ആ ഒരു കർമ്മനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ബഹുമാനപ്പെട്ട സഭാ അധ്യക്ഷൻ, താങ്കൾ സഭാ അധ്യക്ഷനായി ഐകകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. താങ്കളെ ഈ ഇരിപ്പിടത്തിലേക്ക് ബഹുമാനപ്പെട്ട സഭാനായകനും പ്രതിപക്ഷ നേതാവും താങ്കളുടെ കരങ്ങളിൽ പിടിച്ച് ആനയിച്ച് കൊണ്ടുവരികയുണ്ടായി. ഈ സമ്പ്രദായം എങ്ങനെ വന്നുവെന്ന് പറഞ്ഞാൽ അത് വളരെ രസകരമായിരിക്കും. വലിയൊരു ചരിത്ര സംഭവം ഇതിന് പിന്നിലുണ്ട്. ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റ് നടപടികൾക്ക് സമാനമാണ് നമ്മുടെ പാർലമെൻറ്റ് നടപടികളും. രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് തന്നെ അവിടെ പാർലമെൻറ്റ് നിലവിലുണ്ടായിരുന്നു. അക്കാലത്ത് എല്ലാ അധികാരങ്ങളുമുള്ള രാജാവും ഉണ്ടായിരുന്നു. പാർലമെൻറ്റും അവിടെ പ്രവർത്തിച്ചിരുന്നു. അവിടെ രാജാവ് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കും. എന്നാൽ പാർലമെൻറ്റ് അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹത്തെ മിക്കപ്പോഴും നിരസിക്കും. രാജാവ് ആഗ്രഹിച്ച കാര്യം പാർലമെൻറ്റ് നിരസിച്ചു എന്ന വാർത്ത രാജാവിനെ അറിയിക്കേണ്ടത് പാർലമെൻറ്റ് അധ്യക്ഷനായ സ്പീക്കറാണ്. പാർലമെൻറ്റിൻ്റെ അഭിപ്രായം രാജാവിനോട് പറയാൻ സ്പീക്കർക്ക് വലിയ ധൈര്യം വേണം. ചില കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് പാർലമെൻറ്റിൻ്റെ അനുമതി വേണ്ടതെങ്കിലും ആ രാജ്യത്തെ ഏത് പ്രജയ്ക്കും വധശിക്ഷ നൽകാനുള്ള അധികാരം രാജാവിനുണ്ട്. താൻ ആഗ്രഹിച്ചത് പാർലമെൻറ്റ് നിരസിച്ചു എന്ന് പറയുന്ന സ്പീക്കർക്ക് വധശിക്ഷ നൽകാൻ രാജാവ് ഉത്തരവിടാറുണ്ട്. തല വെട്ടിക്കളയൂ എന്ന് കൽപ്പിക്കും. ഇത് പലതവണ സംഭവിച്ചതുകൊണ്ട് ആരും ഈ സ്പീക്കർ പദവിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ പുതിയ പാർലമെൻറ്റ് രൂപീകരിക്കപ്പെടുമ്പോൾ സ്പീക്കർ പദവിയിലേക്ക് ഒരാളുടെ പേര് പ്രഖ്യാപിച്ചാലുടൻ സ്വന്തം തല രക്ഷപ്പെട്ടാൽ മതിയെന്ന് കരുതി അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ സഭാനായകനും പ്രതിപക്ഷ നേതാവും ചേർന്ന് അയാളെ തടഞ്ഞു നിർത്തി കൈകളിൽ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നാണ് ആ ഇരിപ്പിടത്തിൽ ഇരുത്തുക. ഇതാണ് അക്കാലം തൊട്ടുള്ള ആചാരം. ജനാധിപത്യ രീതി വന്ന ശേഷവും ഈ കീഴ്വഴക്കം തുടരുകയാണ്. തീർച്ചയായും തമിഴക വെട്രിക്കഴകം അംഗങ്ങളെല്ലാവരും സഭാധ്യക്ഷൻ എന്ന നിലയിൽ താങ്കൾക്ക് ഒരു സഹായഹസ്തമായി കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് ഈ നേരത്ത് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഭയുടെ മാന്യതയും അന്തസ്സും സഭാംഗങ്ങളുടെ അന്തസ്സും കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം താങ്കളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. താൽക്കാലിക സഭാധ്യക്ഷൻ എന്ന നിലയിൽ വളരെ മികച്ച രീതിയിൽ സേവനമനുഷ്ഠിച്ച നമ്മുടെ അംഗം ബഹുമാനപ്പെട്ട മൂവി കരുപ്പയ്യയെ സന്ദർശിക്കാൻ ഇന്നലെ പോയിരുന്നു. അവിടെ മുൻ സഭാധ്യക്ഷന്മാരുടെ ചിത്രങ്ങൾ നോക്കിയപ്പോൾ, അവരെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ അഭിമാനം തോന്നി.
കാരണം മാതൃകാ പുരുഷന്മാരായ ബഹുമാനപ്പെട്ട ജെ ശിവ ഷൺമുഖം പിള്ള, ഡോക്ടർ യു കൃഷ്ണറാവു, ബഹുമാനപ്പെട്ട എസ് ചെല്ലപ്പാണ്ഡ്യൻ എന്നിവരുടെ നിരയിലേക്ക് ഏറ്റവും അനുയോജ്യനായ ഒരാളെ തന്നെയാണ് നാം നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഞാൻ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ സഭാ ഉപാധ്യക്ഷൻ. നിങ്ങൾ രണ്ടുപേരും വളരെ സാധാരണ കുടുംബങ്ങളിൽ ജനിച്ചവരും ജനസേവനം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിച്ചു വന്നവരുമാണ്. ഗുണവും ദോഷവും അതിലേതാണോ കൂടുതലെന്ന് നോക്കി അധികമുള്ളത് പ്രകാരം ഒരാളെ വിലയിരുത്തണമെന്ന വള്ളുവരുടെ വചനപ്രകാരം നിയമസഭാ നടപടികൾ കൃത്യമായും ഭംഗിയായും ശാന്തമായും നടക്കുന്ന വിധത്തിലും നിയമസഭാ ജനാധിപത്യ മൂല്യങ്ങളും നിയമങ്ങളും സംരക്ഷിക്കപ്പെടുന്ന രീതിയിലും ഈ സഭയ്ക്ക് അധ്യക്ഷനും ഉപാധ്യക്ഷനും പെരുമ നൽകുമെന്ന വിശ്വാസം എനിക്കുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി മനുഷ്യരെ ബഹുമാനിക്കുന്ന നല്ല ഗുണങ്ങൾ നിലനിർത്തപ്പെടണം. തമിഴ് സംസ്കാരം എപ്പോഴും ആദരിക്കപ്പെടണം. സഭയുടെ പാരമ്പര്യവും മഹിമയും മൂല്യവും കാത്തു സൂക്ഷിക്കപ്പെടണം എന്ന സതുദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പദവി സ്വീകരിച്ചിട്ടുള്ള നിങ്ങൾ രണ്ടുപേരാലും അവ സംരക്ഷിക്കപ്പെടും എന്ന വിശ്വാസം വീണ്ടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. തമിഴ് മക്കളുടെ ക്ഷേമത്തിന് വേണ്ടി, അതിപ്പോൾ പ്രതിപക്ഷത്തു നിന്നായാലും ആര് എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ഏറ്റവും നല്ല ഭരണകാലം നമുക്ക് തമിഴ് മക്കൾക്ക് നൽകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.